റെഡി? ഞാൻ റെഡിയാണ്. 10 സെക്കൻഡ് ഓൺ ചെയ്തു. ഓടൽ ഇങ്ങോട്ടോ, ഫ്രെയിമിൽ വാ. ഞാൻ ഓർത്ത് ഓടാനാണ്. കാട്ട് കീഴെ, കാട്ട് മേലെ, കാട്ട് സൈഡില്. എടാ അങ്ങോട്ട് നോക്ക്. പൊന്ന് ജീവൻ, എത്ര തവണ ഞാൻ പറഞ്ഞടാ. ഓക്കെ ഇല്ല, കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണ്ട. നീ സ്റ്റെപ്പ് ഇനി നമ്മൾ ഇതായിട്ട് പോയാൽ മതി. എനിക്ക് സമയമില്ല. ഇല്ല അല്ല, ഞാൻ കാണിച്ചു. ഇന്നലെ എത്ര നേരം കുറെ നേരം പഠിച്ചല്ലേ? കാട്ട് കീഴെ, കാട്ട് മേലെ, കാട്ട് സൈഡിൽ. എന്റെ മോന്തയ്ക്ക് നേരെ നോക്കി ചെയ്യടാ. ഇങ്ങോട്ട് നോക്ക്. എക്സ്പ്രഷൻ ഇട്. കാട്ട് മേലെ, എടാ എന്റെ ഇങ്ങോട്ട് നോക്ക്. കാട്ട് മേലെ, ഇങ്ങോട്ട് നോക്കരുത്. ഇല്ല. കാട്ട് കീഴെ, കാട്ട് സൈഡില്. എടാ എന്റെ ജീവനക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ നിന്റെ പ്രശ്നം എന്താ? എടാ എനിക്ക് ഡാൻസ് അങ്ങോട്ട് ശരിയായിട്ട് വശമില്ല. അതിന്റെ ഒരു വേറെ എന്താ നിനക്ക് വശമുള്ള? എടാ എന്റെ എക്സ്പ്രഷൻ ഓക്കെ അല്ലടാ? വളരെ ഓക്കെ. ഇങ്ങനെ അല്ല, നീ ക്യാമറ നോക്കണം. നീ ചെയ്യണോ വേണ്ടായോ? ചെയ്യണം. 10 പേര് നിന്നെ മോന്ത കണ്ടോട്ടെ നീ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ച ഞാൻ ഇത്രയും ത്യാഗം സഹിക്കണം. അല്ല നിന്നെ കൊണ്ടൊക്കെ റീൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്ക് എത്തില്ലേ? അല്ലടാ, 10 പേര് കണ്ടാ പോരാ, എനിക്കൊരു 1000 പേരെങ്കിലും കാണും. നിന്നെ തെറി വിളിക്കാൻ 1000 പേരല്ല 10000 പേരും കാണും. ഇല്ലടാ, തെറി വിളിച്ചാലും നമ്മൾ ഫേമസ് ആവുമല്ലോ. ഏത്? കാറ്റ് മേലെ, കാറ്റ് കീഴെ, കാറ്റ് സൈഡില്, കാറ്റ് റൈറ്റില്, വീട്ടിലെന്താ? വീട്ടില് കാറ്റ്. വീട്ടില് കാറ്റ്. ഞാനും മറന്നല്ലോ കോപ്പ്. മര്യാദക്ക് നോക്കി ഇങ്ങോട്ട്. എന്റെ കർത്താവേ, ആ ചെറുക്കനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി വന്നിട്ടുണ്ട്. 3 ഇഡലി ഉണ്ടാക്കേണ്ട അടുത്ത് 30 ഇഡലി ഉണ്ടാക്കണം. വേണ്ടി വരും. എനിക്ക് ഒന്നും തിന്നാൻ കിടത്തുമില്ല. ഇതിനെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? നിങ്ങൾ വിളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാക്ക്. വരണ്ടാന്ന്, നമ്മൾ ഇവിടെ ഇല്ലെന്ന് പറ. വലിഞ്ഞേറി വരുമെന്ന്. ഇപ്പൊ തന്നെ 3-4 പേർക്ക് വെച്ച് വിളമ്പി ഞാൻ മടുത്തിരിക്കുക. ഇനി ഒരെണ്ണത്തിനും കൂടെ കൊടുക്കണം. തന്നെയല്ല, 1 മാസത്തേക്ക് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ അവൻ ഒരാഴ്ച കൊണ്ട് തീർക്കും. ഞാൻ ചിക്കൻ വാങ്ങാനിരുന്നാണ് നിന്റെ അരിക്കലത്ത് നിന്ന് കാശ് എടുത്തിട്ട്. ഇനിയിപ്പോ അത് വേണ്ട. അയ്യോടാ, അതെ, ഇന്ന് ചിക്കനാന്ന് കരുതിയിട്ട് ആ കടലക്കറി അങ്ങ് തിന്നാ മതി. അതിനകത്ത് ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ഇട്ടാ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാ ചെയ്യാനാ? തല രീതി എനിക്ക് വയ്യ. എങ്ങനെ ഈ ചെറുക്കനെ ഒന്ന് ഒഴിവാക്കുന്നതെന്ന് പറ. മുടിഞ്ഞ തീറ്റിയാ, സഹിക്കാൻ വയ്യ. ഉള്ള കാര്യം പറയാലോ. തീറ്റി പോട്ടെന്ന് വിചാരിക്കാം. അവൻ തന്നെ പറയും, അവൻ തന്നെ ചിരിക്കും. ഓ, അതാ ഏറ്റവും സഹിക്കാൻ വയ്യാത്ത. കോമഡിയാന്നാ പറയുന്ന മുഴുവൻ വിചാരം. എന്നിട്ട് അവനല്ലാത്ത ഒരാൾക്കും അതുകൊണ്ട് ചിരിക്കാനും പറ്റത്തില്ല. ആ ചിരി മുഴുവൻ നമുക്ക് കാണുകയും വേണം. ഇതിന് മാത്രം മഹാഭാവം നമ്മൾ എന്തുവാ ചെയ്തത്? ഞാൻ ഉള്ള നേരം നോക്കി അവന്റെ വീട്ടിലേക്ക് അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ നല്ല മഴയാണെന്ന് പറയാം. എന്ത് പറഞ്ഞിട്ടാണ് വേണ്ടിട്ട് എങ്ങനെയെങ്കിലും ആ പിശാചിനെ ഒന്ന് ഒഴിവാക്കുക. എന്നാലും നീ വേറെ വഴിയൊന്ന് കണ്ടോ? പ്ലാൻ 1, പ്ലാൻ ബി. വരുന്ന ബാന്താ മുഴുവനും ഒഴിപ്പിക്കുന്നത് ഞാനാ. ഇനി ഇതും കൂടെ ഞാന്. നിങ്ങളുടെ വീട്ടുകാരെ പോലും ഒഴിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ കുരിശും ഞാനൊരു ശുദ്ധ ഹൃദയനായി പോയി. അതുകൊണ്ടല്ലേ 10-25 കൊല്ലായി നിന്നെ എങ്ങനെ കൊണ്ടു നടക്കുന്നത്. വല്ല മടലും കൊണ്ടേ ഞാൻ തലക്കിട്ട് വീക്കി തരിഞ്ഞാനോ. എന്റെ കർത്താവേ, 4 മരക്കുരിശിനെ ചുമന്ന് എന്റെ തോളിന് ബലമില്ലാതെ ആയിരിക്കുക. അപ്പോഴോ ഒരു ഇരുമ്പ് കുരിശ് ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നത്. ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? എടാ സീരിയസ് ആയിട്ട് നിന്നോ. ഇപ്പൊ ഇതൊരു സീനാണ്. ഞാൻ ഡയറക്ടർ. ഓക്കെ. അപ്പം കാറ്റ് മേലെ, സൈഡ് റൈറ്റ്, അത്ര ഓക്കെ. അത് ക്യാമറ റോൾ ആക്ഷൻ പറയുമ്പോ ചെയ്തോണം. റെഡി? ക്യാമറ റോൾ ആക്ഷൻ. കാട്ട് മേലെ. കാട്ട് മേലെ, ഇതല്ല കാട്ട് മേലെ. ആക്ഷൻ. കാട്ട് മേലെ, കാട്ട് കീഴെ, കാട്ട് സൈഡില്, റൈറ്റില്, വീട്ടിനുള്ളിൽ കാട്ട് വീട്ടിനുള്ളിൽ നാട്ടം. കാട്ട് മേലെ അല്ല, കാട്ട് മേലെ, കാട്ട് കീഴെ, കാട്ട്. നിന്റെ പ്രശ്നം എന്താ അറിയോ? നിന്റെ എക്സ്പ്രഷൻ വല്ലയിടത്തോടാ പോണേ. നിന്റെ കൈ എത്തുന്നിടത്ത് നിന്റെ മുഖവും കണ്ണും എങ്ങനെ എത്തുന്നില്ല. കയ്യെത്ത ദൂരത്ത് അതല്ല, കയ്യെത്തണത്ത് കണ്ണെത്തണം, കണ്ണെത്ത ദൂരത്ത് ചെന്നെത്തണം. നിന്റെ എത്തുന്നില്ല. എത്തിക്കാം. ഓക്കെ. കയ്യെത്ത കൊമ്പത്ത് കണ്ണെത്തണം. ഫുഡ് കഴിച്ചില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ട് ചെയ്താ പോരെ. ഇനി ബാക്കി
അതാകുമ്പോൾ എനിക്കൊരു പവർ കിട്ടും. പവർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നന്നായിട്ട് അത് പറഞ്ഞപ്പോഴല്ല നിത്യയുടെ പോയി. നിത്യയോടെ പോയി നിത്യയോട് ചോദിക്കേണ്ടി വരും. അല്ല നമുക്കിത് ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. 10 മിനിറ്റിൽ നീ എല്ലാം റെഡിയാക്കി ഇവിടെ നോ 10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം റെഡിയാക്കി ഇവിടെ നിന്നോണം. ഇല്ലെങ്കിൽ 10 റൗണ്ട് ഞാൻ ഈ വീടിന് ചുറ്റും ഓടിക്കും. അയ്യോ ഫുഡും തരത്തില്ല. അല്ല ഫുഡ് കഴിച്ചിട്ട് നിന്റെ ചാൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്യും. ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. റെഡി? 10 മിനിറ്റ് സമയം തരും. 10 മിനിറ്റ്. കാറ്റ് മീല കാറ്റ് താഴെ പോ. കാട്ടർ മേലല്ലേ? കാട്ടർ മേലേ, കാട്ടർ കീഴേ, കാട്ടർ സൈഡില്. ഓക്കെ ആണ്, സെറ്റാ. പിന്നെ ഞാൻ വീടിൻ്റെ അകത്ത് മണോ? ആന്റി എന്തുവാടാ? ടീ കുടിച്ചോ? ടീ കുടിച്ചു വന്നോ? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്. ജോലി എടുക്കായിരുന്നോ? അല്ല, ബിരിയാണി വെക്കുമായിരുന്നു. ആന്റി നിത്യയെ കണ്ടില്ലല്ലോ, എവിടെ പോയി? അവള് നാട് വിട്ടു പോയി. നാട് വിട്ടു പോയോ? പിന്നെ അല്ലാതെ. അല്ല, നമ്മളോടൊന്നും പറഞ്ഞില്ല നാട് വിട്ട്. എന്താ കാര്യം? പിന്നെ ഒരാൾക്ക് നാട് വിട്ട് പോകണമെങ്കിൽ നിന്റെ അനുവാദം വേണമായിരിക്കും. അങ്ങനെ എന്താ ആന്റി പറയണേ? നമ്മൾ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ചല്ലോ. ഒരാളെ കാണാണ്ടാവുമ്പോ നമ്മൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അതുകൊണ്ട് ചോദിച്ചാ. ആന്റി എന്റെ അങ്ങനെ ചെറുക്ക വർക്കിച്ചന്റെ പെങ്ങടെ മോൻ വരുന്നുണ്ട്, ക്രിസ്റ്റി. അവന്റെ ജാട വർത്താനോ ഇതും ഒരാൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. എടാ കുറെ വളിച്ച തമാശ പറയും, എന്നിട്ട് അവൻ തന്നെ അങ്ങിരുന്ന് ചിരിക്കും കക്കന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ ക്രിസ്റ്റി എന്തിനാ വരുന്നേ? ആ അവള് തല്ലി ഓടിച്ചു കാണും, അല്ല പിന്നെ എന്തുവാ. വർക്കീച്ചൻ ഓക്കെയാണോ? വർക്കിച്ചൻ ഓക്കെ ഒന്നും അല്ല, പിന്നെ സഹിക്കാതിരിക്കാൻ പറ്റുമോ? പെങ്ങടെ മോനല്ലേ. തന്നെ വല്ല ഇതിയാന് കിട്ടേണ്ട കുറച്ച് സ്വത്ത് ഈ പറയുന്ന ക്രിസ്റ്റിയുടെ അമ്മ, അതായത് വർക്കിച്ചന്റെ പെങ്ങടെ കയ്യിലായിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് തഞ്ചത്തിലും തരത്തിലും ഒക്കെ ഒന്ന് കൈ കിട്ടുന്നത് വരെ മനസ്സിലായി. എത്ര ദിവസം ഉണ്ടാവും? എന്റെ കുഞ്ഞെ അറിയത്തില്ല എത്ര ദിവസം ഉണ്ടാകുമെന്ന്. മുടിപ്പിച്ചേ പോകത്തുള്ളൂ. മുടിഞ്ഞ തീറ്റയാ. തീറ്റയാ? ആ തീറ്റ. സൈസ് ഉണ്ടോ? ഓ സൈസ് ഒന്നുമില്ല. തിന്നതൊന്നും അവന്റെ ശരീരത്ത് പിടിക്കത്തില്ല. അതെങ്ങനെയാ? മനസ്സ് നന്നാവണം. ഇത് മനസ്സ് മുഴുവൻ കുശുമ്പും കുന്നായ്മയൊക്കെ അല്ലേ, പിന്നെ എങ്ങനെ തിന്നുന്ന കൊണ്ട് നന്നാകുന്നത്? എന്തായാലും നിത്യക്ക് വലിയ താല്പര്യമില്ലല്ലോ ഈ ക്രിസ്റ്റിയോട്. നിത്യക്കെന്നല്ല, അവന്റെ സ്വഭാവം ഒരാൾക്കും പിടിക്കത്തില്ല. അങ്ങനെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. മഴ വരുന്നു, ആന്റി അകത്ത് കയറി പനി പിടിക്കും. ചെറുക്കൻ ഇതെന്തോ പറ്റി? എന്തോ ആണെങ്കിലും എന്താ.